അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. ഞാനിന്നിവിടെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചെമ്മീൻ വെച്ചൊരു അടിപൊളി വറ്റിച്ച് റോസ്റ്റ് പോലെ ആക്കി വെച്ച ഒരു റെസിപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനു വേണ്ടി തക്കാളി, പച്ചമുളക്, സവാള ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാള ഒരു 3 സവാള എടുത്തിട്ട് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിതിലേക്ക് കുക്കറിലിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് 2 വിസിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അത് വെറുതെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെമ്മീൻ ഒന്ന് തയ്യാറാക്കണം. അത് ക്ലീൻ ചെയ്ത് വെച്ച് ചെമ്മീനിൽ ഒരു 400 ഗ്രാം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ അതിലേക്ക് മുളകും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം നമ്മുടെ ഒരു ചട്ടി വെച്ചിട്ടാണ് ഞാനിതിൽ നമ്മൾ ചെമ്മീൻ വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നീട് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഒരു 5-6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വരട്ടെ. പിന്നെ അതിനുശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിക്ക് കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. നമ്മൾ ചെമ്മീനിലൊക്കെ ഉപ്പ് ചേർത്തിനല്ലോ, അപ്പോൾ കുറച്ച് മതിയാവും. അപ്പോൾ അതിന് ശേഷം നമ്മുടെ തക്കാളി ഇവിടെ മുറിച്ച് വെച്ചത് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത് നന്നായിട്ട് കണ്ടില്ലേ, നല്ല പോലെ വെന്തില്ലേ. അതിലേക്ക് നമ്മുടെ ചെമ്മീൻ തയ്യാറാക്കിയത് നമുക്ക് ഇട്ട് ഒന്ന് വേവിച്ച് നന്നായിട്ട് എടുക്കണം. ചെമ്മീൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചെമ്മീൻ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട്. കുറച്ച് വലിപ്പമുള്ള ചെമ്മീനായതുകൊണ്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റോളം മതിയാവും. ഒന്ന് വെന്ത് വരട്ടെ. ഇതൊരു നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി. നല്ലോണം തിളച്ച് വന്നില്ലേ, അപ്പോൾ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം വറ്റി വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയാണ് ഇതിൽ ഞാനിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ നിന്ന് പൊടികളൊക്കെ വെന്ത് വന്നോളും. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ അടിപൊളി ടേസ്റ്റാണ് ലാസ്റ്റ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സവാള വേവിച്ചത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നോക്കിയേ, സവാള നല്ല അടിഞ്ഞു വന്നില്ലേ. അല്ലെങ്കിൽ നമ്മളിത് വഴറ്റിയാലും ആവുകയില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ റോസ്റ്റ് ഇതൊക്കെ വറ്റിക്കാനൊക്കെ ഇപ്പം പെട്ടെന്നാവും. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ചെമ്മീൻ വറ്റിച്ചത് റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇതാ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ വറ്റിച്ചത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല മൊഞ്ചല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അടിപൊളി സാധനമാണ്, വെറുതെ പറയില്ല, എല്ലാവർക്കും ഇഷ്ടമാവും. ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട്, കുറച്ച് അല്പം മതി. പിന്നെ പെപ്പർ പൗഡർ, പിന്നെ നമ്മളെ മല്ലിയില, കറിവേപ്പില ലാസ്റ്റായിട്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് വാങ്ങി വെക്കുക. എന്താ മൊഞ്ച്, കാണാൻ തന്നെ എന്തൊരു രസം. ഇതൊന്ന് കഴിക്കുകയും വേണ്ട, നല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ എന്താ ടേസ്റ്റ്. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.